ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കോഴിക്കോട് വെങ്ങളം കാപ്പാട് സൈഡിലൊരു സൈറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ പിക്കിൽ അതായത് വീഡിയോസിൽ കാണുന്നത് പോലെ ടെറസ് ലീക്കേജാണ്. സൺഷെയ്ഡിൻ്റെ ഏരിയ, ടെറസിൻ്റെ സൈഡുകൾ, അതേപോലെ തന്നെ നമ്മളെ ടെറസിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഫാൻ വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫുൾ ലീക്കേജാണ്. ഏകദേശം ഒരു 10-15 വർഷം പഴക്കമുള്ളൊരു വീടാണത്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൊത്തത്തിലൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോസാണ് കാണാൻ പോകുന്നത്. ഇത് കണ്ടല്ലോ, ഈ ടെറസിന് ഇതേപോലെ കാണുന്ന ബബിൾസ് പോലുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സൺഷെയ്ഡ് ഏരിയകളിലും അത്യാവശ്യം തന്നെ ലീക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലീനിങ് എന്നുള്ളത്, സർഫസ് പ്രിപ്പറേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഫുൾ പൂപ്പൽ മൊത്തം ബ്ലാക്ക് കളറായിട്ട് പൂപ്പൽ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് കാർ വാഷ് വെച്ചുകൊണ്ട്, നമ്മൾ പ്രഷർ പമ്പ് വെച്ചുകൊണ്ട് മൊത്തത്തിൽ പൂപ്പൽ കാര്യങ്ങളൊക്കെ മൊത്തം അടിച്ച് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെൻറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം സർഫസ് പ്രിപ്പറേഷനാണ്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10-15 വർഷം പഴക്കമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ പൂപ്പൽ പായലൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട്. അതല്ല, ഈ പ്രഷർ പമ്പ് വെച്ച് തന്നെ മാക്സിമം എത്രത്തോളം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അത്രത്തോളം ക്ലിയർ ചെയ്യാം. അതിന് ശേഷം ലൂസ് പാർട്ടിക്കിൾസ്, ചിപ്പിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഓൾഡ് ബിൽഡിംഗ് ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സർഫസ് പ്രിപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഭംഗിയോടെ തന്നെ, നല്ല വൃത്തിയോടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ വാഷിംഗ് എന്ന് പറയുമ്പം ഒരു അത്യാവശ്യം ഒരു ഏരിയ ഉള്ളൊരു സൈറ്റാണത്. അപ്പോൾ അത്യാവശ്യം വർക്ക്, അതിനനുസരിച്ചുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതേപോലെ നമ്മളിത് പ്രഷർ വാഷ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൊത്തം സർഫസ് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രഷർ വാഷിങ്ങിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് ചെയ്ത് ക്രാക്ക് ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഷിങ് ടെറസിൻ്റെ വാഷിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സൺഷെയ്ഡിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ സൺഷെയ്ഡ്, പാരപ്പറ്റ് വിത്ത് ടെറസ് അടക്കം മൊത്തത്തിൽ ആണ് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, അത്യാവശ്യം നല്ല പൂപ്പൽ പായൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട്. നല്ല ഫുൾ ബ്ലാക്ക് കളറായിട്ട് അത്യാവശ്യം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശം സൺഷെയ്ഡിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇനി നമ്മൾ പ്രൈമർ കോട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. അതിനുള്ള ഒരു പ്രൈമർ മിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഗ്നോഫിക്സ് നമ്മുടെ SBR ലാറ്റക്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പ്ലസ് അതിൻ്റെ സിമെൻറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈമർ മിശ്രിതമാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏത് കമ്പനിയുടെ, ഏത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണോ യൂസ് ചെയ്യുന്നത് ആ കമ്പനി പറയുന്ന ആ കറക്റ്റ് റേഷ്യോയിൽ തന്നെ നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അതിൽ ചെറിയൊരു അതായത് ഇപ്പോൾ വാട്ടർ മിക്സിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നതിൻ്റെ കൂടുതൽ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വാട്ടർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് ഫെയിൽ കാര്യങ്ങളൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് റേഷ്യോയിലാണോ കമ്പനി നമുക്ക് പറയുന്നത് ആ കമ്പനി റേഷ്യോയിൽ തന്നെ നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോസ് ലോങ് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഫാസ്റ്റ് അടിച്ച് പോയതാണ് വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൈമർ കോട്ടിങ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എത്രത്തോളം വാട്ടർ വേണോ അത് സെയിം വാട്ടർ, അതേപോലെ തന്നെ സിമൻറ്റ് എത്രത്തോളം വേണോ ആ സെയിം അളവ് തന്നെ ഫോളോ ചെയ്യുക, ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പ്രൈമർ മിക്സിങ് പ്രൈമർ മിക്സർ വെച്ച് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് മിക്സർ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് ആ ഒരു തിക്നെസ്സിലേക്കും ആ ഒരു മൊത്തത്തിൽ ആ ഒരു മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു കണ്ടീഷനിലേക്ക് ഈ മിക്സ്ചർ എത്തുള്ളൂ.
അപ്പോൾ നമ്മൾ മാക്സിമം മിക്സർ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അത്യാവശ്യം എന്താ പറയുക, ഈ സ്ലോ റണ്ണിങ്ങിലിട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ടൈം തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ മിശ്രിതം പ്രൈമർ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സൺഷെയ്ഡിൻ്റെ ഏരിയ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സൺഷെയ്ഡിൻ്റെ ഏരിയ പ്രൈമർ കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺഷെയ്ഡിനൊക്കെ അത്യാവശ്യം ക്രാക്കുകളുണ്ടായിരുന്നു, ചെറിയ ചെറിയ ക്രാക്കുകളുണ്ട്. അത് ഈ പ്രൈമർ കോട്ടിങ്ങിൽ ആ ക്രാക്കുകളെല്ലാം ഫില്ലായി പോകുന്നതാണ്. അതിനുള്ള ആ ഒരു കറക്റ്റ് വേണ്ട ഒരു ആ ലൂസിൽ തന്നെയാണ് നമ്മൾ പ്രൈമർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഈ പ്രൈമർ കോട്ടിങ്ങിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൺഷെയ്ഡൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാരപ്പറ്റിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈമർ കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരപ്പറ്റ് ഏരിയയും ഏകദേശം നമ്മളെ പ്രൈമർ കോട്ടിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഔട്ട് സൈഡ് ഇൻസൈഡ് പാരപ്പറ്റ് ഏരിയ എല്ലാം മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം ഫാസ്റ്റ് അടിച്ച് പോകട്ടോ, വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് എല്ലാം ഫാസ്റ്റ് അടിച്ച് പോവാണ്. ഇനി നമുക്ക് ചെറിയൊരു റിപ്പയറിങ് കൂടെ ചെയ്യാനുണ്ട്. പാരപ്പറ്റിൻ്റെ സൈഡിൽ ചെറിയൊരു റിപ്പയറിങ് വർക്ക് നടത്താനുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ടെറസിൽ സ്ലാബിലേക്ക് പിന്നെ പ്രൈമർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നോടിയായി തന്നെ കുറച്ച് പിന്നെ ലൂസ് പാർട്ടിക്കിൾസ്, കുറച്ച് ചിപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ വർക്കും കൂടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെറസ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ മുന്നോടിയായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾഡ് ടെറസൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ലൂസ് പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം മാക്സിമം എന്നല്ല എല്ലാം തന്നെ മൊത്തത്തിൽ 100% തന്നെ ഫിനിഷാക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പിന്നെ ലൂസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വലിയൊരു എന്താ പറയുക സ്ട്രെങ്ത്ത് കാര്യങ്ങൾ, ബോണ്ടിങ് സ്ട്രെങ്ത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ പൊള്ളി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടെറസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടെറസിലേക്കുള്ള പ്രൈമർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാഗ്നോഫിക്സ്, അതേപോലെ തന്നെ SBR ലാറ്റക്സ് ബേസ് ആയിട്ടുള്ള SBR പ്രൊഡക്റ്റ്, അതിൻ്റെ വെള്ളം പ്ലസ് സിമൻറ്റ്, ഇത് 4 ഐറ്റംസും കൂടിയാണ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നത്. നമ്മളെ ഈ മാഗ്നോഫിക്സ് ഈ പ്രൊഡക്റ്റ് ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ്. അത് അത്യാവശ്യം ബോണ്ടിങ് സ്ട്രെങ്ത്ത്, അതേപോലെ തന്നെ പിന്നെ SBR അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബോണ്ടിങ് സ്ട്രെങ്ത്ത് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വാട്ടർ മിക്സിങ്, സിമൻറ്റ് മിക്സിങ് എല്ലാം കറക്റ്റ് ആ റേഷ്യോയിൽ തന്നെ പിന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് മാക്സിമം സ്പീഡ് അടിച്ച് പോവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മിക്സിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാക്സിമം സ്പീഡ് അടിച്ചുകൊണ്ടാണ് ചെറിയൊരു ലാഗിങ് വീഡിയോസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രൈമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ ഫസ്റ്റ് കോട്ടിങ്, പ്രൈമർ കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നല്ല ഈ ചൂടുള്ള കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ ടെറസ് നല്ല അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് മാക്സിമം എത്രത്തോളം വാട്ടർ വേണോ അത്രത്തോളം വാട്ടർ സ്പ്രേ ചെയ്തിട്ട് പിന്നെ പ്രൈമർ കോട്ടിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലപോലെ തന്നെ എല്ലാ പിന്നെ ചെറിയ മൈനോട്ടായിട്ടുള്ള പിന്നെ കണ്ണുകളൊക്കെ അടിയുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പിന്നെ കോട്ടിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു 1700 മേലുണ്ടാവും സ്ക്വയർ ഫീറ്റുള്ളൊരു പിന്നെ സൈറ്റാണത് മൊത്തത്തിലുള്ള വർക്ക്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടൈമിങ് കാര്യങ്ങൾ കുറച്ച് ഡേയ്സ് എല്ലാം നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അത്യാവശ്യം ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൈമർ കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ടെറസിന് ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്രാക്കുകളെല്ലാം അതിൽ ഫില്ലായി പോകുന്നതാണ്. അപ്പോൾ നമ്മളിത് പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെറസിന് പിന്നെ കാണത്തക്ക രീതിയിലുള്ള ക്രാക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രാക്ക് ഫില്ലിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. ചെറിയ മൈനോട്ടായിട്ടുള്ള ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൈമർ കോട്ടിങ്ങിൽ തന്നെ അത് മൊത്തം കവർ ചെയ്ത് പോകുന്നതാണ്. ക്രാക്കുകൾ സൺഷെയ്ഡ് ഏരിയകളിൽ അത്യാവശ്യം ക്രാക്കുകൾ ഉണ്ടായിരുന്നു. അതിൻ്റേതായ പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം നമ്മുടെ പിന്നെ പ്രൈമർ കോട്ടിങ് ഇവിടെ ടെറസിൻ്റെ പകുതി ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ ഫാസ്റ്റ് അടിച്ച് പോവാണ്. 3/4 ഭാഗമായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് കോട്ടിങ് മൊത്തത്തിൽ ഒരു കോട്ടിങ് പ്രൈമർ കോട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ പാരപ്പറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ ടെറസും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈബർ ഗ്ലാസ് മെഷ് വെച്ചിട്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പാരപ്പറ്റ് ഏരിയ കവർ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാരപ്പറ്റിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് മൊത്തം മെഷ് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുന്നൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പാരപ്പറ്റ് ഏരിയ ഏകദേശം മെഷ് വെച്ചിട്ടുള്ള കോട്ടിങ് സെക്കൻഡ് കോട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഭാഗം കൂടി ബാലൻസ് ഉണ്ട് ബാക്ക് സൈഡിൽ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പാരപ്പറ്റ് വിത്ത് മെഷ് ആപ്ലിക്കേഷൻ ഇവിടെ കഴിയുന്നതാണ്. മെഷ് വെക്കുമ്പോൾ നമ്മൾ എല്ലാ ഏരിയകളിലും കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ കോട്ടിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ടെറസിൽ മെഷ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷ് വെച്ചിട്ടുള്ള ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇതേപോലത്തെ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടി വിത്ത് മെഷിൻ്റെ മുകളിൽ നമ്മളെ ഒരു കോട്ടിങ് കൂടി വരുന്നതാണ്. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 7 ലെയർ ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ വിത്ത് മെഷാണ് 7 ലെയർ വിത്ത് മെഷ് വെച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമർ കോട്ടിങ് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ മെഷ് വെച്ചിട്ടുള്ള സെക്കൻഡ് കോട്ടിങ്, രണ്ടാമത്തെ കോട്ടിംഗ് ആണ് ഇതിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ തേർഡ് കോട്ട്, മൂന്നാമതൊരു കോട്ടിങ് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് കോട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്
തേർഡ് കോട്ടിങ്ങിലേക്ക് പോവാണ്. തേർഡ് കോട്ടിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാരപ്പറ്റിൽ നിന്ന് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള സൺഷെയ്ഡ് ഏരിയ, പാരപ്പറ്റിൻ്റെ ഔട്ട് സൈഡൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ഇവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാരപ്പറ്റ് തേർഡ് കോട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഓരോ കോട്ടിങ്ങും ചെയ്തതിന് ശേഷം അതിൻ്റെ ഡ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തേർഡ് കോട്ടിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടിങ് കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ പറയുക, ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. തിക്നെസ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, തിക്നെസ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഓവർ തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രാക്ക് വിള്ളൽ വന്നിട്ട് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോട്ടിങ് 3 കോട്ടിങ്ങും, പ്രൈമർ കോട്ടിങ് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കോട്ടിങ്ങും ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തേർഡ് കോട്ട്, മൂന്നാമത്തെ കോട്ടും മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ സൺഷെയ്ഡ് ഏരിയ, അതേപോലെ തന്നെ പാരപ്പറ്റ് ഇൻസൈഡ് ഔട്ട് സൈഡ്, നമ്മുടെ ടെറസിൻ്റെ ഏരിയ, മൊത്തത്തിൽ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് PU ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. PU ബേസ് മീൻസ് പോളി യൂറിത്തിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഈ PU ബേസ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 അഡ്വാൻറ്റേജാണ് കിട്ടുന്നത്. ഒന്ന്, ലീക്ക് പ്രൂഫിങ്, അതേപോലെ തന്നെ ഹീറ്റ് പ്രൂഫിങ്ങും ഈ PU ബേസ്ഡ് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് തേർഡ് കോട്ട് കഴിഞ്ഞു, ഒരു ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ കോട്ടിങ്ങിനും അതിൻ്റേതായ ഒരു ടൈമിങ്ങിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ PU കോട്ടിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പിന്നെ സൺഷെയ്ഡ് ഏരിയ, പാരപ്പറ്റ് ഏരിയ, ഔട്ട് സൈഡ്, ഇൻസൈഡ് എല്ലാം മൊത്തത്തിൽ കവറായിട്ടുണ്ട്. ഓൾറെഡി എല്ലാ കോട്ടിങ്ങും കവറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ PU കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. PU കോട്ടിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ആണത്. ഇതുപോലെ ഇതിൻ്റെ മുകളിൽ 2 കോട്ടിങ്ങും, മൊത്തം PU കോട്ടിങ് 3 കോട്ടിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൊത്തത്തിൽ 3 കോട്ടിങ്. അപ്പം 3 6 പ്ലസ് ഫൈബർ മെഷ്, മൊത്തം 7 ലെയറായിട്ടാണ് നമ്മൾ ആഫ്റ്റർ വർക്ക് ഫിനിഷ് ആകുമ്പോൾ മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ഇവിടെ റോളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർഫസ് അത്യാവശ്യം നല്ലൊരു സർഫസ് ആയതുകൊണ്ടാണ് റോളർ വെച്ച് അപ്ലൈ ചെയ്യുന്നത്. സർഫസ് പക്ക സർഫസ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കാര്യങ്ങളൊക്കെ ബ്രഷ് വെച്ചിട്ട് തന്നെ, ബ്രഷ് ബോണ്ടായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് റോളറിൽ അത്യാവശ്യം കവറിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇത് പ്ലാസ്റ്ററിങ് ഒക്കെ ഓൾറെഡി പിന്നെ സർഫസ് പക്ക ആയതുകൊണ്ട് അത്യാവശ്യം റോളർ വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കവറിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അത് ഓരോ സർഫസിനനുസരിച്ചിട്ടും അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാരപ്പറ്റ് ഔട്ട് സൈഡ്, അതേപോലെ തന്നെ ഇൻസൈഡ്, അതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടെറസിലേക്ക്, സ്ലാബിലേക്ക് അതിൻ്റെ ഫസ്റ്റ് കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇതും അത്യാവശ്യം സർഫേസ് കുഴപ്പമില്ലാത്തതുകൊണ്ട് റോളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഈ കോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ പ്ലേസും കറക്റ്റ് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പിയുടെ ഫസ്റ്റ് കോട്ടിങ് ഇവിടെ ഏകദേശം പകുതി മുക്കാലോളം ഏരിയ ഇവിടെ കവറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് പിന്നെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടിലേക്കും അതേപോലെ തന്നെ തേർഡ് കോട്ടിലേക്കും കടക്കുന്നതാണ്. അതേപോലെ ഈ വാട്ടർ പ്രൂഫിംഗ് സംബന്ധിച്ച വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം നമ്മുടെ സ്ലാബ് ഏരിയയോടെ ഫിനിഷ് ആയിട്ടുണ്ട് ഫസ്റ്റ് കോട്ടിങ്. അടുത്തതായി നമ്മുടെ പാരപ്പറ്റ് ഏരിയയോടെ കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരപ്പറ്റ് ഏരിയ കവറായതിനു ശേഷം നമ്മൾ ടെറസിലേക്ക് രണ്ടാമത് നെക്സ്റ്റ് കോട്ടിങ്ങിലേക്ക് കടക്കുന്നതാണ്. നമ്മുടെ പാരപ്പറ്റ് ഏരിയ മൊത്തം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടെറസിലേക്ക് നെക്സ്റ്റ് കോട്ടിങ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കോട്ടും ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഔട്ട്സൈഡ് പാരപ്പറ്റ് ഏരിയ, സൺഷെയ്ഡ് ഏരിയ മൊത്തത്തിലെല്ലാ ഫുൾ കോട്ടിങ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി നെക്സ്റ്റ് നമ്മുടെ ടെറസിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഫസ്റ്റ് PU കോട്ടിങ്, തേർഡ് കോട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ PU കോട്ടിങ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫിങ്, ഹീറ്റ് പ്രൂഫിങ് സംബന്ധിച്ച വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.